പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പ്രകാശന്റെ പുതിയ പ്രണയത്തെ പറ്റി അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് വീട്ടിലുള്ള എല്ലാവരും. മാത്രവുമല്ല, തൽക്കാലത്തേക്ക് ഈ കാര്യം അമ്മ മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറയുന്ന പ്രകാശൻ ഞാൻ സത്യത്തിൽ അവളെ സ്നേഹിച്ചു തുടങ്ങി എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഒരുപാട് സ്വപ്നങ്ങളാണ് ഞാനിപ്പോൾ കാണുന്നത് എന്നും പ്രകാശൻ പറഞ്ഞതിനെ തുടർന്ന് പ്രകാശന്റെ അമ്മയ്ക്കും സന്തോഷമായിരിക്കുകയാണ്. പക്ഷേ തൽക്കാലത്തേക്ക് വിക്രം ഈ കാര്യങ്ങൾ അറിയണ്ട എന്നുള്ള തീരുമാനത്തിൽ എത്തുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ തുടർന്നാണ് വിക്രം പ്രകാശിനെ കാണാൻ വരുമ്പോൾ പ്രകാശൻ സ്വപ്നം കണ്ട് ഇരിക്കുന്നത് കാണാനിടയാകുന്നത്. ഇതോടെ എന്താലോചിച്ചാണ് അച്ഛൻ ഇരിക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു വിക്രം. പക്ഷേ വിക്രം പറയുന്നതൊന്നും കേൾക്കാൻ തയ്യാറാകാതെ മുന്നോട്ട് പോകുന്ന പ്രകാശന് അപ്രതീക്ഷിതമായ അമളി പറ്റുകയാണ്. ഇതോടെ പ്രകാശൻ വീണ്ടും പ്രണയത്തിലായിരിക്കുകയാണ് എന്നും സ്വപ്നം കാണുകയാണ് എന്നും മനസ്സിലാക്കുകയാണ് മകൻ. ഈ കാര്യം അറിയുന്ന അവൻ എന്തൊക്കെയാണ് അച്ഛനെ കാണിച്ചു കൂട്ടുന്നത് എന്ന് ചോദിക്കുകയാണ്. ഇതെല്ലാം വിവാഹം കഴിഞ്ഞിട്ട് പോരെ, അപ്പോഴേക്കും ഈ പ്രണയമൊക്കെ വേണോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് പ്രണയത്തിന് അങ്ങനെ വയസ്സൊന്നുമില്ലടാ എന്നുള്ള മറുപടി നൽകിക്കൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം തുടങ്ങുകയും ചെയ്യുകയാണ് പ്രകാശൻ. എന്നാൽ ഈ പോക്ക് അത്ര നല്ലതിനല്ല എന്നുള്ള വാർണിംഗ് വിക്രം നൽകുകയും ചെയ്യുന്നു. പക്ഷേ ഇതേ തുടർന്നാണ് പ്രകാശൻ ഇങ്ങനെ സ്വപ്നങ്ങളൊക്കെ കണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം അറിയാനിടയാകുന്നത് കാർത്തിക. ഇത് കാർത്തികയ്ക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാകുന്നു. പ്രകാശൻ അങ്ങനെ സ്വപ്നം കാണട്ടെ, സ്വപ്നത്തിന്റെ കൊടുമുടിയിൽ എത്തിയിട്ട് വേണം അവിടെ നിന്ന് തള്ളി താഴെയിടാനെന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്ന കാർത്തിക ഇതേ തുടർന്ന് അമ്മയെ കണ്ട് സംസാരിക്കാനുള്ള ഒരു സന്ദർഭം ഞാൻ തന്നെ ഒരുക്കി തരാമെന്ന് പറയുകയും ചെയ്യുന്നു. ഓ മോളെ, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? പിന്നെ മോള് നിർബന്ധിക്കുകയാണ് എങ്കിൽ ലക്ഷ്മിയെ കണ്ട് സംസാരിക്കുന്നതിൽ എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ മോള് നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ യാതൊരു ആഗ്രഹവുമില്ല. ഓ, അത് സാരമില്ല അച്ഛാ. എന്തായാലും ഞാൻ ലക്ഷ്മിയെ കണ്ട് കാര്യങ്ങൾ പറയാം. അമ്മ നേരിട്ട് വരട്ടെ, നിങ്ങൾക്ക് കുറച്ച് സമയം ഒരുമിച്ച് ചിലവഴിക്കുകയും ചെയ്യാമല്ലോ. കൂടുതൽ അടുത്ത് നിങ്ങൾ അറിയുന്നതോടെ അത് നിങ്ങൾക്കും നല്ലൊരു ഗുണമാകും എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് എന്ന് കാർത്തിക പറഞ്ഞതിനെ തുടർന്ന് കാര്യങ്ങൾ വർക്കൗട്ടായി തുടങ്ങി എന്നുള്ള കാര്യം ഉറപ്പിക്കുകയാണ് പ്രകാശൻ. ഇനിയാണ് പ്രകാശിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ പോകുന്നത് എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ തുടർന്ന് കാർത്തിക പോയി കണ്ടിരിക്കുകയാണ് കല്യാണിയോട് പ്രകാശൻ ഇപ്പോൾ സ്വപ്നങ്ങൾ കണ്ട് അങ്ങ് ഉയരത്തിലാണ് എന്ന് വ്യക്തമാക്കുകയും അയാൾ ഇങ്ങനെ സ്വപ്നങ്ങൾ കണ്ട് കൊടുമുടിയിലേക്ക് കയറട്ടെ എന്ന് പറയുകയും ചെയ്യുന്നു. വയസ്സാങ്കാലത്തുള്ള അയാളുടെ മോഹം കൊള്ളാമെന്ന് വ്യക്തമാക്കുന്ന കിരൺ അവസാനം കിട്ടുന്ന തിരിച്ചടിയിൽ അയാൾ ഒന്നാകെ തകർന്നു പോകണം എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് കാർത്തിക, ഞാനും ആ ഒരു നിമിഷത്തിന് ആയി തന്നെയാണ് കാത്തിരിക്കുന്നത്. എൻ്റെ അമ്മയോടും എന്നോടും കാണിച്ചതിനുള്ള അവസാന പ്രതികാരം. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.